ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഡോക്ടർ വിശാഖ കടകിൽ. നമ്മുടെ നാട്ടിൽ എല്ലാവിധ രോഗങ്ങൾ ഉണ്ടായി കഴിയുമ്പോഴും എല്ലാവരും ആദ്യമായിട്ട് കുറ്റം ആരോപിക്കുന്ന ആൾ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പൊറോട്ടയാണ് എന്ന് പറയേണ്ടി വരും. അതായത് പൊറോട്ട കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ഒട്ടും ഹെൽത്തി അല്ല, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഒട്ടനവധി രോഗങ്ങൾ ഉണ്ടാക്കുന്നതിന് കാരണമാകും എന്ന് പറയുന്നുണ്ട്. പക്ഷേ അമിതമായിട്ടുള്ള പൊറോട്ടയുടെ ഉപയോഗം പലപ്പോഴും നമുക്ക് രോഗങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ പൊതുവേ നമ്മൾ വല്ലപ്പോഴും പൊറോട്ട കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് വലിയ ദോഷങ്ങളൊന്നും വരാനില്ല. പക്ഷേ ചിലരെ സംബന്ധിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കും, പൊറോട്ടയോ അല്ലെങ്കിൽ ഗോതമ്പ് അടങ്ങിയിട്ടുള്ള ആഹാരങ്ങളോ ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് വയറ് കയറി പെരുകുന്നത് പോലെ, ഗ്യാസിൻ്റെ പ്രശ്നം, അതുപോലെ തന്നെ ഇടയ്ക്ക് വയറിൻ്റെ അകത്ത് നമുക്ക് അബ്സോർപ്ഷൻ ഒന്നും കറക്റ്റ് ആവാത്തതുപോലെ ദഹന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നതായിട്ട് കാണാറുണ്ട്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഗോതമ്പിലും അതുപോലെ തന്നെ മൈദയിലും ഒക്കെ കാണപ്പെടുന്ന ഗ്ലൂട്ടൻ എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള പ്രോട്ടീനാണ്. ഈ പറയുന്ന പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ചിലർക്ക്, അതായത് എല്ലാവർക്കും അല്ലെങ്കിലും ചിലർക്ക് അലർജിക് റിയാക്ഷൻസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു കാരണമായിട്ട് മാറാറുണ്ട്. അപ്പോൾ ശരീരത്തിൽ തടിച്ചു പൊങ്ങുന്ന പോലെയുള്ള അലർജിക് റിയാക്ഷൻസ് വരാം. ചിലപ്പോൾ നമുക്ക് വയറ് റിലേറ്റഡ് ആയിട്ടുള്ള രോഗങ്ങൾ വരാനായിട്ട് സാധിക്കും. ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വയറ് ഇളകുന്നത് പോലെയുള്ള പ്രശ്നങ്ങളും അസിഡിറ്റി, പുളിച്ചു തകട്ടൽ പോലുള്ള പ്രശ്നങ്ങളും ഒക്കെ നമുക്കുണ്ടാകാനും ശരീരത്തിൻ്റെ അകത്ത് നല്ല രീതിയിൽ നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങൾ അബ്സോർബ് ചെയ്യാതെ വരുന്ന രീതിയിൽ ആയിട്ട് മാറാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇത് ദോഷമാണെന്നല്ല, പക്ഷേ നമുക്ക് ചിലരുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഗ്ലൂട്ടൻ ഒരു അലർജിക് സബ്സ്റ്റൻസ് ആയിട്ട് നമ്മുടെ ശരീരത്തിൽ ആക്ട് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് വല്ലപ്പോഴും ഒക്കെ ചെറിയ അളവിൽ ഒരു പൊറോട്ടയൊക്കെ കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിന് ദോഷമില്ല എന്ന് പറയാം.